നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. അവിടെ തന്നെ നിൽക്കണം. അതന്നെയാണ് പറയാനുള്ളത്. എന്താ വിഷയം? ജനങ്ങളിൽ അധിക ആളുകളും നിഅമത്തുകളെ പാഴാക്കി കളയുന്നു. ഏതാ ഒരു നിഅമത്ത്? സിഹത്ത് എന്ന് വെച്ചാൽ ആരോഗ്യം. അപ്പൊ എന്റെ ആരോഗ്യം ആരാ പാഴാക്കി കളഞ്ഞത്? ഞാന്. ഇത് ഞാനായിട്ടുണ്ടാക്കിയ ദുരിതമാണ്. ഇത് ഞാനായിട്ടുണ്ടാക്കിയ ദുരിതമാണ്. എന്താ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ദുരിതത്തിന്റെ ഒരു കാരണം? ഞാൻ രാവിലെ എന്റെ ആഫിയത്ത് വർദ്ധിക്കുന്ന ദുആ ചെയ്തില്ല. എന്റെ മക്കളുടെ ബുദ്ധി കുറയാൻ, പഠനത്തിൽ മിടുക്ക് കുറയാൻ, എല്ലാത്തിലും എല്ലാ വിജയത്തിന്റെയും തുടക്കം ഈ ദുആയിൽ നിന്നാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. എത്ര എളുപ്പമാണ്! ഒരു ദിവസത്തെ മുഴുവൻ ആരോഗ്യവും നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ദുആ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാതെ ഉണർന്നു അല്ലേ? ഇങ്ങനെയായിരുന്നു എല്ലാ ദിവസത്തെയും ഉണരൽ. ആ ദിവസം നിങ്ങളുടെ ഹൃദയം ക്ഷീണത്തിലാണ്. ഈ ദുആ ചെയ്യാതെ ഉണർന്ന ദിവസം നിങ്ങളുടെ ഹൃദയം ക്ഷീണത്തിലാണ്. നിങ്ങളുടെ തലച്ചോറ്, മസ്തിഷ്കം, നിങ്ങളുടെ ബ്രെയിൻ ക്ഷീണത്തിലാണ്. നിങ്ങളുടെ ഗ്ലാൻഡ് സിസ്റ്റം, നിങ്ങളുടെ ഗ്രന്ഥികൾ ക്ഷീണത്തിലാണ്. ശരീരത്തിനുണർവുണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദുആ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. രാവിലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പോവും. ചെരുപ്പ് തഞ്ഞു എന്നല്ലാതെ വല്ല കാര്യമൊന്നും കിട്ടൂല. മുഅ്മിനാണെങ്കിൽ ഈ ദുആ ആണ് വേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ രോഗം വരാൻ സാധ്യത ഉള്ള ഒരു സമയമാണ് അസ്ർ. ഒന്ന്, ആഫിയത്ത് വർദ്ധിക്കുന്ന സമയം സുബ്ഹ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാണേ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആഫിയത്തിൽ അപാരമായ ബർക്കത്തുണ്ടാകുന്ന സമയമാണ് സുബ്ഹ്. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. രോഗം ശിഫയാകുന്ന സമയമാണ് സുബ്ഹ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച സുബ്ഹി. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച പുലരുന്ന സമയമില്ലേ, അത് രോഗം മാറുന്ന സമയം. ഷഅബാൻ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഷഅബാൻ ഷിഫായുടെ മാസം. മനുഷ്യ ശരീരത്തിൽ എല്ലാ ആഴ്ചയിലും ഏറ്റവും ശക്തി കൂടുന്ന ഒരു ദിവസമുണ്ടെന്ന് ശാസ്ത്രത്തിന് കണ്ടെത്തേണ്ടി വന്നു. ഏറ്റവും ശരീരത്തിന് ശക്തിയുണ്ടാകുന്ന വ്യാഴാഴ്ചയാണ്. അത് നമ്മൾ ലീവാക്കി നാട്ടിൽ പോകും. മനസ്സിലാവുണ്ടോ? വ്യാഴാഴ്ച അസ്തമിച്ച രാവ് ലൈലത്തുൽ ജുമുഅ എന്ന് പറഞ്ഞ ലൈലത്തുൽ ജംആണ്. അങ്ങനെ പറയാതെ തൽക്കാലം എല്ലാവർക്കും തിരിയണ്ട. ലൈലത്തുൽ ജംഅ്. എന്തുകൊണ്ട്? ജംഇന് എന്ത് വേണം? കൂടിച്ചേരാൻ എന്ത് വേണം? അത്യാവശ്യം ശാരീരിക ക്ഷമതയെല്ലാം വേണം. മനുഷ്യ ശരീരത്തിന്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അവിടെ ശ്രദ്ധിക്കുക, മനുഷ്യ ശരീരത്തിന് ഏറ്റവും ശക്തി ഉണ്ടാവുന്ന നേരം അത് വ്യാഴാഴ്ച അസ്തമിച്ച രാവ് മുതൽ വെള്ളിയാഴ്ച വരെയാണ്. അവ ശക്തി ഉണ്ടാകുന്ന ദിവസമാണ് ഇറച്ചി കഴിക്കേണ്ടത്. വെള്ളിയാഴ്ചയാണ് ഇറച്ചി കഴിക്കേണ്ടത്. ദീനുൽ ഇസ്ലാം എന്നല്ലെങ്കിൽ പുറത്താവുന്ന ഇവിടെ പറയില്ല. വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടിയില്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താവുന്ന ഇവിടെ പറയില്ലേ? ഞങ്ങളെല്ലാം നാട്ടിൽ മുമ്പേ പറയുന്ന വാക്കാണത്. ശരിക്കും പുറത്താവും. കാരണം ആഫിയത്തില്ലാതാക്കി ഇസ്ലാമിൽ വലിയ ചാൻസ് ഒന്നുമില്ല. ബലഹീനന്മാർക്ക് കിതാബുൽ ഖദർ, മുസ്ലിം ഗ്രന്ഥത്തിന്റെ പേര് മുസ്ലിം. സിഹാഹു സിത്തയിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് കിതാബ് മുസ്ലിം. ബാബുൽ ഖദർ എന്ന് പറയുന്ന അധ്യായമുണ്ട്. ബാബുൽ ഖദർ എന്ന അധ്യായത്തിൽ ഒരു ഹദീസ് ഉണ്ട്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഹബ്ബു ഇലല്ലാഹ്. അല്ലാഹു കൂടുതൽ ചേർത്തട്ടെ. ശരീരത്തിന് ശക്തിയുള്ള മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ശരീരത്തിന് ശക്തിയുള്ള മുഅ്മിനീങ്ങളോട്, ഉഷാറുള്ള മുഅ്മിനീങ്ങളോട്. വയസ്സായി ശരീരം തളർന്നവർ ഇക്കൂട്ടത്തിൽ പെടൂല കേട്ടോ. വയസ്സായ ശരീരം തളരണം, അതൊരു നിയമത്താ. അതല്ല ഈ പറഞ്ഞത്. നല്ല 30-35 വയസ്സുള്ള സമയത്ത് ഒടിഞ്ഞു തൂങ്ങി നടക്കുന്ന ആളെ കുറിച്ചായി പറയണത്. 35 വയസ്സേ ഉള്ളൂ, 40 വയസ്സേ ഉള്ളൂ, കാലിന് മുട്ട് മടക്കാൻ പറ്റുന്നില്ല, നടു നിവർത്താൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കൂട്ടരെ കുറിച്ച് അവിടെ പറയണത്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഹബ്ബു ഇലല്ലാഹ്
അല്ലാഹുവിങ്കൽ ഏറ്റവും പ്രിയമുള്ളവൻ, ഏറ്റവും ഖൈറായവൻ ആരാണ്? ശരീരത്തിന് ശക്തിയുള്ള സത്യവിശ്വാസിയാണ്. ശക്തിയുള്ളവൻ. അല്ലാഹുവിന്റെ ദീനിൽ പ്രാധാന്യമുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ആരൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു? എന്നിട്ട് ആരെ പുതിയാപ്പിളായിട്ട് എടുത്തത്? അലിയാർ തങ്ങളെയാണ്. എന്താ മാനദണ്ഡം? ഉശിരുള്ള ശരീരമാണ്. പഠിക്കണം. ഉശിരുള്ള ശരീരമാണ് അലിയാർ തങ്ങളുടേത്. അതിന്റെ ഒരു കാരണം എന്താ? ഈമാൻ നേരത്തെ കിട്ടി, പിന്നെ ഇൽമുണ്ടായി. ശരീരത്തിന്റെ ഉശിരിന്, ശരീരത്തിന്റെ ശക്തിക്ക് രണ്ട് അമൂല്യ ഔഷധങ്ങൾ. ഒന്ന് ഈമാൻ, മറ്റൊന്ന് ഇൽമ്. നിങ്ങളുടെ ഈമാനിൽ വർധനവുണ്ടായാൽ നിങ്ങൾ ശരീരക്ഷമത കൂടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈമാനിൽ അല്ലാഹു വർധനവ് തരുന്ന മാസമാണ് റജബ്. ഈമാനിൽ ബർക്കത്ത് ഉണ്ടാവാൻ ദുആ ചെയ്യേണ്ട മാസമാണ് റജബ്. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പൊ ഈമാൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിന്റെ ശക്തി വർദ്ധിക്കും. നബിമാർ അപാര ശരീര ശക്തിയുള്ളവർ ആളുകളായിരുന്നു. നബിമാരുടെ പ്രത്യേകത എന്താണ്? ഇരുമ്പ് കൈകൊണ്ട് വളക്കാൻ പറ്റുന്ന നബിയില്ലേ? നബിമാരുടെ പ്രത്യേകത അവരുടെ ശരീരത്തിന് അപാരമായ ശക്തി ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകത അവരുടെ ശരീരത്തിന് അപാരമായ ശക്തി ഉണ്ടായിരുന്നു. ഫാത്തിമ ബീബിയുടെ പുതിയാപ്പിള അലിയാർ തങ്ങളുടെ വലിയ പ്രത്യേകത എന്താ? സഹാബത്തിന്റെ കൂട്ടത്തിൽ ഇത്ര ശാരീരിക ഉശിരുള്ള ആള് വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇപ്പൊ നേരത്തെ തങ്ങൾ ദ്വാരക്കുന്നുണ്ട്, ഒരുപാട് പെൺമക്കൾ കല്യാണം കഴിയാനുണ്ട്, അവർക്ക് പുയ്യാപ്പിള കൊടുക്കണേന്ന്. ദ്വാരക്കണ്ടെടുക്കലാന്നല്ലോ. ഒറ്റ ചെറുപ്പക്കാർക്ക് ശരീരത്തിന് ശക്തിയില്ല, ബാല്യക്കാർക്ക് ശക്തിയുണ്ട്. ഉണ്ടോ? എവിടെ ഉണ്ടോ? ആ ജിമ്മിന് പോയാൽ കിട്ടുന്നല്ല, അതിന് വേറെ ചില കാര്യങ്ങളുണ്ട്. ജിമ്മിന് പോയാൽ കിട്ടുന്നൊന്നുമല്ല ഈ ശരീരത്തിന്റെ ശക്തി. അതിങ്ങനെ മസിലിങ്ങനെ ഉരുട്ടിയിട്ട് ചെറിയ ബനിയൻ ഇങ്ങനെ ഇട്ടിട്ട് ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഇങ്ങനെ ആളിങ്ങനെ കണ്ടിട്ട് നോക്കാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. ഉശിര് എന്നൊക്കെ പറഞ്ഞല്ലോ, അത് അലിയാർ തങ്ങളെ പഠിക്കണം. എന്താ ഉശിര് എന്ന് അറിയണമെങ്കിൽ ഇവന്റെ ഉശിര് എന്ന് പറഞ്ഞാൽ പോലീസ് വണ്ടി കണ്ടാ പിന്നെ ഇവൻ അഡ്രസ് ഉണ്ടാവില്ല. എങ്ങനെ മൊബൈൽ കോടതി അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ പിന്നെ തിരിച്ചുവിടും. ഇതാ ഇവന്റെ ഉശിര്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉശിര് എന്ന് പറഞ്ഞ നിഴല് കണ്ട പേടിക്കുന്ന പറഞ്ഞ നിഴല്. ഇവന്റെ നിഴല് കണ്ട, അതായത് നമ്മൾ പറയല്ലേ എന്റെ നേര് കണ്ടെടുത്ത് നിൽക്കൂല. എന്റെ നാട്ടിൽ അങ്ങനെയൊക്കെ ഡയലോഗ് ഉണ്ട് കേട്ടോ. ചില ആള് പള്ളിന്റെ ലാടാവുന്നു, ഓനെന്റെ നേല് കണ്ടെടുത്ത് നിൽക്കൂല. ഇവിടെ പറയണ്ട അങ്ങനെ വർത്താനം. വലിയ വീമ്പളക്കുന്ന ആളുണ്ടാവല്ലോ, ഭയങ്കര ശുചായിത്തരം പറയുന്ന ആള്, ഓനെന്റെ നഗല് കാണുന്നിടത്ത് നിൽക്കൂല. ഈ വർത്താനം ശരിക്കുള്ളതാ. ഉശിരുള്ളവരെ കണ്ട അവർ നഗല് കണ്ടാൽ തന്നെ പേടിക്കും. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വലിയൊരു അജായിബ് അത്ഭുതം പറയണത്, ഒരു തവണ അലി റളിയല്ലാഹു തആല അൻഹുവുമായിട്ട് യുദ്ധത്തിലോ മറ്റോ ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു വ്യക്തി അലി റളിയല്ലാഹു തആല അൻഹു നഗല് കാണുന്നിടത്ത് നിൽക്കൂല. അത്ര ശക്തി ഉണ്ടായിരുന്നു. ഇത് പരിഗണിച്ചിട്ടാണ്, ഇത് മാത്രല്ല ഇതുകൂടി പരിഗണിച്ചിട്ടാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ആരെ മണവാളനായി എടുത്തത്? അലി റളിയല്ലാഹു തആല. ഇപ്പൊ ഗവൺമെന്റിൽ ഒരു നിയമം വരുന്നു പറയുന്ന കേട്ടിന്, കല്യാണം കഴിക്കാൻ അനുവാദം കിട്ടണമെങ്കിൽ ശരീരശക്തി പരിശോധിച്ചിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരും. കെട്ടാൻ ആരെങ്കിലും ബാക്കിയിട്ട് പെട്ടെന്ന് നോക്കിക്കോ. ഇത് നിയമം വന്നാൽ പല ബാല്യക്കാരെയും കല്യാണം മുടങ്ങും. ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നടത്തിക്കോട്ട് സ്ഥാതെ, അതിന് മുടക്കം പറയേണ്ട, കല്യാണം വേഗം നടത്തിക്കോ, പരിപാടി പിന്നല്ലാക്കാം, നിക്കാഹ് വേഗം ചെയ്തു വെച്ചോ. അങ്ങനെ പറയുന്ന കേട്ടിന് എനിക്കറിയില്ല. ശാരീരിക ക്ഷമത പരിശോധന നടത്തിയിട്ട് ഇപ്പം പട്ടാളത്തിലൊക്കെ ജോലി കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക പരിപാടി, ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലേ, എന്താ പറയലേ ഇനി? പട്ടാളത്തിൽ ജോലി കിട്ടണമെങ്കിൽ പരീക്ഷ എഴുതി പാസ്സായ പോരാ, കയറെല്ലാം കെട്ടിത്തരും, അതിന് മുകളിൽ ഇങ്ങനെ വലിയ കയറേണ്ടി വരും. ഇനിയിപ്പോ കല്യാണം കഴിക്കണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ വളരെ മുമ്പിൽ ഒരു ബടുക്ക് കെട്ടിയിട്ട് ഇങ്ങനെ തൂങ്ങിയിട്ട് നടന്നിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരും. ശരി വരണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ചില ആൾക്ക് തീരെ ഉഷാറില്ല ശരീരത്തിന്. പോട്ടെ, അതല്ലല്ലോ നമ്മളെ വിഷയം. അത് ബാല്യക്കാർക്ക് മാത്രം പറഞ്ഞു കൊടുക്കേണ്ട വിഷയമാണ്.